പറ്റൂല, പറ്റത്തില്ല, എല്ലാം പോയി. എനിക്ക് ഇനി ഒന്നുമില്ല, ഒരു വക ഇല്ലാതായി. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് നിലമേൽ പഞ്ചായത്തിൽ വെള്ളരി എന്ന സ്ഥലത്താണ്. കൃഷിയെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുകയാണ് ചുവട് ന്യൂസ്. അദ്ദേഹം മാസങ്ങളോളം കഷ്ടപ്പെട്ട് വാഴക്കൃഷി നടത്തുകയും ആ വാഴകൾ കുലച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രകൃതി അദ്ദേഹത്തിൻ്റെ വാഴകൾ നശിപ്പിക്കുന്ന രംഗം. മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഈ വാഴകളെ പരിചരിച്ച് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് വേണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. എങ്ങനെയാണ് തകർന്നത്? ഇത് 21-ാം തീയതി അന്ന് 4 മണിക്ക് ഭയങ്കരമായ കാറ്റുമായിരുന്നു. കാറ്റ് വന്നപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എണ്ണയും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു വാഴയ്ക്ക് അടിക്കാനായിട്ട്. വന്നു നോക്കപ്പോൾ ഒരു വാഴ പോലും ഇല്ല. 2500 വാഴ നട്ടതാണ്. ഒന്ന് നോക്കിയപ്പോഴേ എൻ്റെ എന്തോ ചെയ്യണമെന്ന് തന്നെ എനിക്കറിയുമ്പോൾ ഞാൻ കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ഇതെല്ലാം കൂടെ കണ്ട് എനിക്കാണെങ്കിൽ ഒരു എത്തും പിടി ഇല്ലാതായി. 2-3 ലക്ഷം രൂപ പലിശയ്ക്കൊക്കെ എടുത്ത് പണയവും വെച്ച് ആൾക്കാരിൽ നിന്നെല്ലാം കടവും മേടിച്ചാണ് ചെയ്തത്. ഒരിക്കൽ തന്നെ ഇതിൽ വെള്ളം അടിക്കാൻ തന്നെ 10, 600, 700 രൂപ വേണം. ബാക്കിയുള്ള പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 5 മണി 6 മണിയാവും. പിന്നെയാണ് രാത്രിയാണ് ഇറങ്ങി വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു മനസ്സിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, കടക്കാടവും ഇല്ല. എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി അടുത്ത കൃഷി ഇറക്കാനോ വേറെ ഒന്നിനും ഒരു ഇതുമില്ലാതായി. ഇത് കണക്കത്തെ കാറ്റ് വന്ന നമ്മളൊരു കർഷകർക്ക് ഒന്നും കിട്ടാതാവുകയാണ്. വല്ലാത്തൊരു ഇതായിപ്പോയി. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. 2 മാസം 1-1.5 മാസം കൂടെ കഴിയുമ്പോൾ കൊല വെട്ടി വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നത്. അതിലൊന്നും കിട്ടിയതുമില്ല. എല്ലാം കടത്തിൻ്റെ മേളിൽ കടമായിരുന്നു. ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇതാണ് എൻ്റെ കടക്കട. ഇല്ലാതെ എനിക്ക് വേറെ വസ്തുക്കളോ വേറെ ഒന്നുമില്ല. ഇത് കണക്കാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. 17 വർഷം കൊണ്ട് ഞാൻ ഇവിടെയാണ് വളർന്നതും കൃഷി ചെയ്തതും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷേ എല്ലാം ഈ ഒരു 2 ദിവസം കൊണ്ട് എല്ലാം എൻ്റെ ജീവിതം തകർത്ത് കളയുകയാണ്. ഇനി എനിക്ക് എന്തോ ചെയ്യണമെന്ന് തന്നെ എനിക്കറിയാൻ വയ്യാതെ ഇരിക്കുകയാണ്. ആരെങ്കിലും സഹായിച്ചാലേ എനിക്കിനി മുന്നോട്ട് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിലോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ മാനസികമായി തകർന്നു. ഇത് കണ്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയുന്നില്ല. കാര്യം നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ ചെറുപ്പക്കാരന് ഇനിയൊരു പുതിയ ജീവിതം നൽകാൻ കഴിയൂ. പുതിയ ജീവിതത്തിലേക്ക് ഷാനെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. തീർച്ചയായും നിങ്ങൾ സഹായിക്കണം. ഷാൻ്റെ ഗൂഗിൾ പേ നമ്പർ നമ്മളിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനായി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളിലുള്ള ഒരു കുഞ്ഞു സഹായം അദ്ദേഹത്തിന് നൽകിയാൽ അദ്ദേഹം ഇനിയും ഒരുപാട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരനായി മാറട്ടെ എന്ന് ചുവട് ന്യൂസ് ആശംസിക്കുന്നു.